ദുൽഹിജ്ജ ആദ്യത്തെ 10 ചൊല്ലേണ്ട 4 ദിക്റുകളും അതിൻ്റെ നേട്ടങ്ങളുമാണ് പറയാൻ പോകുന്നത്. 1. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ആയിഷ, ഓ ആയിഷ, നീ വല്ല കുറ്റവും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്തഗ്ഫിരില്ലാഹ്, നീ അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കണം. നിൻ്റെ മനസ്സിൽ വല്ല തെറ്റും ചെയ്യാൻ ആഗ്രഹം വന്നു പോയാൽ നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, തീർച്ചയായിട്ടും കുറ്റത്തിൽ നിന്നുള്ള തൗബ എന്ന് പറയുന്നത്, പാശ്ചാത്തപിക്കൽ എന്ന് പറയുന്നത് അന്നദമു വല്ലിസ്തിഗ്ഫാർ, ഖേദവും പൊറുക്കലിനെ തേടലുമാണ് എന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഖേദം ഉണ്ടാവണം. മനസ്സിൽ ചീത്ത ചിന്തകൾ തോന്നിപ്പോയാൽ നമ്മുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നു പോയല്ലോ എന്ന് ചിന്തിക്കുകയും വൽ ഇസ്തിഗ്ഫാറ, പാപമോചനം തേടുകയും വേണം എന്ന്. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരേണമേ എന്ന് നമ്മൾ ചൊല്ലണം എന്ന്. അപ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കാൻ അത് കാരണമാകുന്നു. മാത്രമല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതുപോലെ മനസ്സിൽ തോന്നിപ്പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, അതും അല്ലാഹു തആല പൊറുക്കാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചെല്ലുന്നതോടുകൂടി കാരണമാകുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ഈ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കണം. അത് ധാരാളം ചൊല്ലണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ രണ്ടാമത്തെ ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും, സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, കൈഫ നുജദ്ദിദു ഈമാനനാ, ഓ അള്ളാഹുവിൻ്റെ റസൂലേ, എങ്ങനെയാണ് ഞങ്ങൾ ഈമാനിനെ പുതുക്കേണ്ടത്? എങ്ങനെയാണ് ഞങ്ങൾ ഈമാനിനെ പുതുക്കുക? ഈമാനുള്ളവരാണല്ലോ, ഇനി അതെങ്ങനെ പുതുക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വഹാബികളോട്, അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അധികരിപ്പിച്ച് ചൊല്ലുക. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അധികമായി ചെല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞത്. അത് സ്വഹാബികളോട് മാത്രമല്ല, നമ്മളോടും കൂടിയാണ് പറഞ്ഞത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നമ്മുടെ ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അഥവാ ഈമാനിൻ്റെ ആ പ്രഭ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, ധാരാളം ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ മൂന്നാമത്തെ ദിക്ർ ഏതാണ്? അൽഹംദുലില്ലാഹ് എന്ന ദിക്റാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നൂറും ഫിൽ ഖബരി, ഖബറിൽ അത് വെളിച്ചമാണ് എന്ന്. ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിലൊരു വെളിച്ചമായിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയ ദിക്ർ കാരണമായിട്ട് നമുക്കത് ലഭിക്കും. ഖബറിലൊരു വെളിച്ചം ലഭിക്കും അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയത് കാരണമായിട്ട് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന ദിക്റും നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ്. ഇനി നാലാമത്തെ ദിക്ർ ഏതാണ്? അല്ലാഹു അക്ബർ എന്നതാണ്. അല്ലാഹു അക്ബർ എന്ന ദിക്ർ
ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലിയാൽ അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ വലിയ ആളാണ് എന്ന തോന്നലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. മനസ്സിൻ്റെ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലിയാൽ. അഹങ്കാരമുള്ളവർ സ്വർഗത്ത് കടക്കുകയില്ലല്ലോ. അപ്പോൾ അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ദിക്റാണ്. മാത്രമല്ല വലിയ ഒരുപാട് പ്രതിഫലങ്ങളുള്ള ദിക്റാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്ർ. അപ്പോൾ ഈ 4 ദിക്റുകളും നമ്മൾ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം അധികമായിട്ട് നമ്മൾ ചൊല്ലണം. ഒന്ന് ഞാൻ പറഞ്ഞ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, രണ്ടാമത്തെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂന്നാമത്തേത് അൽഹംദുലില്ലാ, നാലാമത്തെ ദിക്ർ അല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകൾ നമ്മൾ ധാരാളം ചൊല്ലണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 ദിക്റും ധാരാളം ചൊല്ലാൻ നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.